അമ്മ അഡ്ഹോക് കമ്മിറ്റി കൺവീനർ സ്ഥാനം രാജിവെച്ച് രമേശ് പിഷാരടി. പുറത്തുവന്ന ഓഡിയോ ലീക്കല്ല, റിലീസാണ്. ഒരു അധികാര സ്ഥാനത്തും കടിച്ചു തൂങ്ങാനില്ല. ഓഡിയോയിൽ പറയുന്ന അഴിമതി വെറും ആരോപണം മാത്രം. അഡ്ഹോക് കമ്മിറ്റി വന്നത് പ്രത്യേക സാഹചര്യത്തിൽ നിന്നും രമേശ് പിഷാരടി പറഞ്ഞു. ഈ സ്റ്റേയുമായി ബന്ധപ്പെട്ട് ഞാനെന്ന വ്യക്തിയുടെ യാതൊരു വിഷയവുമില്ല. ഞാനൊരു സംഘടനയുടെ അഡ്ഹോക് കമ്മിറ്റിയുടെ കൺവീനറായി എനിക്ക് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാനോ മറ്റു കാര്യങ്ങളോ ചെയ്യാനോ ഉള്ള ഒരു അധികാരമില്ല എന്നുള്ള രീതിയിലാണ് സ്റ്റേ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേ വരുന്ന സാഹചര്യത്തിൽ കമ്മിറ്റി പറഞ്ഞു ഞാനായി, കോടതി പറഞ്ഞു ഞാൻ മാറുന്നു. എനിക്ക് എൻ്റെ കോടതി അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിതിലങ്ങനെ വലിയ എൻ്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം കൂടെ കണക്കിലെടുത്ത് ഇതിലങ്ങനെ കടിച്ചു തൂങ്ങണം എന്ന് എനിക്ക് യാതൊരു ആഗ്രഹവും ഇല്ലാത്തതുകൊണ്ട് ഞാനും രാജിവെക്കാം, മാറാം. ബാക്കി ചുമതലകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നടന്നു പോട്ടെ. ശ്വേതയോട്, അൻസിബയോട്, ടിനിയോട്, അവരുടെ അഡ്വക്കേറ്റുമാരോട്, മല്ലിക ചേച്ചിയോട്, ലക്ഷ്മി പ്രിയയോട്, ഞാൻ ഇവരോടെല്ലാം മണിക്കൂർ കണക്കിന് സംസാരിച്ചു എന്നാണ് ഞാനന്ന് പറഞ്ഞത്. അങ്ങനെ മണിക്കൂർ കണക്കിന് സംസാരിച്ചതിൽ ഒരു ഓഡിയോ ആണ് ഇന്ന് ലീക്ക് എന്നാണ് നിങ്ങളൊക്കെ വാക്ക് ഉപയോഗിക്കുന്നത്. ലീക്കല്ല, റിലീസാണ്. ലീക്കും റിലീസും വ്യത്യാസമുണ്ടല്ലോ. റിലീസാണ്. അതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയുടെ വ്യത്യാസം. എൻ്റെ ഫോൺ ടോണും ബാക്കി ലൈവ് ടോണും കേട്ടാൽ എവിടുന്ന ലീക്കായെന്നൊക്കെ അല്ലെങ്കിൽ റിലീസായെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എനിക്ക് വ്യക്തിപരമായി എൻ്റെ വ്യക്തിപരമല്ല ഈ പ്രശ്നമെന്ന് പറഞ്ഞെങ്കിലും വ്യക്തിപരമായി എനിക്ക് വലിയ സൗഹൃദം ഉണ്ടായിരുന്ന, ഞാനുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്ന ഇനി ഉണ്ടാവുമായിരിക്കും, കാണുന്ന ഒരാളിൽ നിന്നും ആ ഓഡിയോ നമ്മളൊരു രമ്യതയിൽ എത്തിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വർത്തമാനം പറയുന്ന അനുരഞ്ജന സംസാരങ്ങളുടെ ഓഡിയോ പുറത്തു വിട്ടതിൽ എനിക്കൊരു പേഴ്സണൽ ഇഞ്ചുറി, ഒരു വേദന ഉണ്ട്. അതാണ് എനിക്ക് ആകെ ഇതുമായി ബന്ധപ്പെട്ട് തോന്നിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നല്ലത് വരണമെന്ന് മാത്രമല്ല വിചാരിക്കുന്നത്. ഇതിനിടെ നടിമാരായ അൻസിബ ഹസൻ, മാല പാർവതി, ഉഷ ഹസീന, മായ വിശ്വനാഥ് എന്നിവർ ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആജ്ഞ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, പരിധി വിടുകയാണ് അമ്മയിലെ തർക്കം. ഇപ്പോൾ രമേശ് പിഷാരടി അടക്കമുള്ള അഡ്ഹോക് കമ്മിറ്റി കൂടി രാജിവെക്കുമ്പോൾ എന്തെങ്കിലും പകരം സംവിധാനം ഒരുക്കാതെ ഇത് മുന്നോട്ട് പോവില്ല. നേരത്തെ ശ്വേത അടക്കമുള്ളവർ രാജിവെച്ചവർ ഇപ്പോഴും തങ്ങളാണ് ആ സ്ഥാനത്ത് എന്ന് പറയുന്ന പശ്ചാത്തലമുണ്ട്. എന്താണ് അമ്മയിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? എന്തെങ്കിലും തരത്തിലുള്ള മുതിർന്ന താരങ്ങളുടെ ഇടപെടലോ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ അമ്മയിൽ? രഞ്ജിത്ത്, കഴിഞ്ഞ കുറച്ചു നാളുകളായി അമ്മയിലെ ഇത്തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ വലിയ ചർച്ചകളാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയാണ്. ഈ ജൂൺ 21 ഇവരുടെ ജനറൽ ബോഡി യോഗത്തിലാണ് അതുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ അതേ കൃത്യമായ കണക്കുകൾ കാണിച്ചില്ല എന്നുള്ള ആരോപണമായിരുന്നു പ്രധാനമായി ഈ കമ്മിറ്റിക്കെതിരെ ഉയർന്ന. ആ സമയത്താണ് ശ്വേതാ മേനോൻ ഞാനും എൻ്റെ ടീമും രാജിവെക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് അത് അവരോട് കണക്കുകൾ ബോധ്യപ്പെടുത്തണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ടപ്പോഴാണ് പ്രാഥമിക അംഗത്വം കൂടി രാജിവെക്കുകയാണ് എന്ന് ശ്വേതാ മേനോൻ മാധ്യമങ്ങളോടാണ് പറഞ്ഞത്. മാധ്യമങ്ങളോട് പറഞ്ഞതും ഇങ്ങനെയാണ്, താൻ ഈ സ്ഥാനം രാജിവെക്കുകയാണ്, തനിക്കൊരു വ്യക്തിത്വമുണ്ട്, പല കാര്യങ്ങളും സംഘടനയുടെ തലപ്പത്തിരിക്കുന്നതുകൊണ്ടും അല്ലെങ്കിൽ അമ്മയുടെ അധ്യക്ഷയായിരിക്കുന്നത് കൊണ്ടും പറയാൻ കഴിയുന്നില്ല, അത് അങ്ങനെ താൻ പാവയായിരിക്കാൻ തനിക്ക് ആകില്ല, തനിക്കൊരു വ്യക്തിത്വമുണ്ട്, അതുകൊണ്ട് ഈ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചൊഴിയുകയാണ് എന്ന് ശ്വേതാ മേനോൻ പ്രഖ്യാപിക്കുകയും തുടർന്ന് അതിൽ പ്രാഥമിക അംഗത്വം കൂടി രാജിവെക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അൻസിബ ഹസനും ലക്ഷ്മി പ്രിയയുമാണ് അതിൽ നിന്നും ആദ്യമായിട്ട്, അതായത് ഈ അമ്മയുടെ ജോയിന്റ് സെക്രട്ടറിയാണ് അൻസിബ ഹസൻ, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റാണ് ലക്ഷ്മി പ്രിയ. ഇവരായിരുന്നു ആദ്യം രാജിവെച്ചത്. അതേ തുടർന്നാണ് അമ്മയിലെ പ്രശ്നങ്ങൾ പുറത്തു വന്നതും വലിയ ചർച്ചയായി മാറുന്നതും ഒക്കെ ഉണ്ടായത്. അതേസമയം തന്നെ ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ശ്വേതാ മേനോൻ ഈ അഡ്ഹോക് കമ്മിറ്റിക്കെതിരെ കോടതിയെ സമീപിച്ചു, എറണാകുളം മുൻസിഫ് കോടതിയെ സമീപിച്ചു. അഡ്ഹോക് കമ്മിറ്റിക്ക് തുടരാൻ അധികാരമില്ല, അധികാരത്തെ സ്റ്റേ ചെയ്തുകൊണ്ടാണ് കോടതിയുടെ ഉത്തരവ് വന്നത്. അതേ തുടർന്നാണ് ഇന്നലെ രമേശ് പിഷാരടി, ഇതിൻ്റെ കൺവീനർ, അഡ്ഹോക് കമ്മിറ്റിയുടെ കൺവീനർ രമേശ് പിഷാരടി രാജിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. അതായത് താൻ ഔദ്യോഗികമായി രാജി പ്രഖ്യാപിച്ചിട്ടില്ല, രാജിക്കത്ത് നൽകിയിട്ടില്ല, അതുകൊണ്ട് തന്നെ താനും തൻ്റെ ടീമും തന്നെയാണ് തുടരുന്നത് എന്നുള്ള ഒരു മെസ്സേജാണ്, ഒന്നൊരു സൂചനയാണ് ശ്വേത നൽകി വയ്ക്കുന്നത്. അത് മാത്രമല്ല, ഇതുവരെയും ഈ അമ്മയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ ഉൾപ്പെടെയുള്ള ആരുടെയും മെയില് രാജിക്കത്ത് ലഭിച്ചിട്ടില്ല എന്ന് സെക്രട്ടറി കുക്കു പരമേശ്വരൻ ഉറപ്പിക്കുകയും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേ തുടർന്ന് കഴിഞ്ഞ ദിവസം കൈലാഷ്, അതുപോലെ ജോയ് മാത്യു,
അതുപോലെ മറ്റൊരു വൈസ് പ്രസിഡന്റായ ജയന്ത് ചേർത്തല തുടങ്ങിയ ആളുകളൊക്കെ രാജിവെക്കുകയും ചെയ്തു. സ്ത്രീകളെ ഏൽപ്പിച്ചതുകൊണ്ട് സംഘടന നന്നാകും എന്നുള്ള ധാരണ തെറ്റിപ്പോയി എന്ന് ജോയ് മാത്യു പറയുന്നുണ്ട്. ഇവർക്ക് അധികാരക്കൊതിയാണ്, അതുകൊണ്ടാണ് ഇത്തരത്തിൽ കടിച്ചു തൂങ്ങുന്നത് എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം ജോയ് മാത്യുവിന്റെ ഭാഗത്തുനിന്ന് വന്നത്. രമേശ് പിഷാരടിയുടെ ഭാഗത്തുനിന്ന് നമ്മൾ കേട്ടതാണ്. അദ്ദേഹം അഡ്ഹോക് കമ്മിറ്റിയുടെ കൺവീനർ സ്ഥാനം രാജിവെക്കുകയാണ്. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, അത് തനിക്ക് കടിച്ചു തൂങ്ങേണ്ട സാഹചര്യമില്ല. നിലവിൽ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ അമ്മയുടേതായ ചില പ്രവർത്തനങ്ങളുണ്ട്. അമ്മയിലെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ, കൈനീട്ടവും അതുപോലെ സഞ്ജീവനി ഉൾപ്പെടെയുള്ള ചികിത്സാ പദ്ധതികളും ഒക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങൾക്ക് അത് മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് മറ്റൊരു തെരഞ്ഞെടുപ്പ് വരുന്നതുവരെ അഡ്ഹോക് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുന്നത്. അഡ്ഹോക് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തത് ജനറൽ ബോഡിയുമാണ്. അതുമാത്രമല്ല, ഈ അഡ്ഹോക് കമ്മിറ്റി ജനറൽ ബോഡി ചേർന്ന സമയത്ത് ഈ ഭരണസമിതി തുടരണമോ എന്ന് ചോദിച്ച സമയത്ത് വളരെ ചുരുക്കം പേരോ 17 പേരോ മറ്റുമാണ് അന്ന് ഹാൻഡ് റൈസ് ചെയ്തത് എന്നാണ് ഉഷാ ഹസീന വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ ഉഷാ ഹസീന ഇന്ന് അവർ വാർത്താ സമ്മേളനം നടത്തുകയാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് അമ്മയിൽ സംഭവിക്കുന്നത് എന്നുള്ളത്. ഏതായാലും ഇന്നലെ മുതൽ തന്നെ ഒരുപാട് ആരോപണ പ്രത്യാരോപണങ്ങൾ അന്തരീക്ഷത്തിലുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.